2026 ആദ്യത്തെ ദീർഘദൂര യാത്രയ്ക്കുള്ള കാത്തിരിപ്പിലാണ്. ചെന്നൈയിലേക്കുള്ള ഒരു യാത്രയിലാണ്. പെട്ടെന്നുള്ള ഒരു യാത്രയായത് കാരണം ട്രെയിനിന് റിസർവേഷനൊന്നും കിട്ടിയില്ല. കുറേ ശ്രമിച്ചു നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അത് കാരണം ബസ്സിൽ പോകാമെന്ന് തീരുമാനിച്ചു. കുഴപ്പമില്ല, ഒരു നല്ല ബസ്സാണ്. സ്ലീപ്പർ AC ബസ്സാണ്. ബസ് ഓൾറെഡി ഫുള്ളാണ്, സീറ്റുകളൊന്നും അധികം ബാക്കിയില്ല. യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ആകാറായി. ഞാനും വളരെ ചുരുക്കം പേരും മാത്രമേ ഉറങ്ങാതെ ഇരിക്കുന്നുള്ളൂ. വഴിയിലൊരു സ്ഥലത്ത് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അരമണിക്കൂറിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. യാത്രാ സമയങ്ങളിൽ ഞാൻ അധികം ഉറങ്ങാത്തത് കാരണം സിറ്റിംഗ് സീറ്റാണ് ബുക്ക് ചെയ്തത്. ഇനി എങ്ങനെയെങ്കിലും നേരം വെളുക്കുന്നത് വരെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇരുന്ന് സമയം ചെലവഴിക്കണം. അതുകൊണ്ട് തന്നെ രാത്രി യാത്ര എന്നെ സംബന്ധിച്ച് വളരെ പ്രയാസമേറിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയോടടുക്കുന്നു. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി അടുത്ത് തന്നെ ഒരു കേന്ദ്രത്തിൽ ബസ് നിർത്തുമെന്ന് ഡ്രൈവറുടെ വക അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ആളുകളും നല്ല ഉറക്കത്തിലാണ്. കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി. നല്ല ഒന്നാന്തരം ചായ കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ തമിഴ്നാട്. എനിക്ക് അവിടുത്തെ ചായ വളരെ ഇഷ്ടമാണ്. 20 രൂപയാണ് ഒരു കപ്പ് ചായയുടെ വില. ഞാൻ പണം കൊടുത്ത് ടോക്കൺ വാങ്ങി. ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ടോക്കൺ സിസ്റ്റമാണ്. 2-3 ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ ടോക്കൺ കൊടുത്ത് ചായ ഉണ്ടാക്കുന്നത് നോക്കി എൻ്റെ ഊഴം കാത്തു നിന്നു. ഞാൻ ചായയും വാങ്ങി തിരികെ ബസ്സിൽ കയറി. നല്ല ഒന്നാന്തരം ചായ. ഞാൻ തമിഴ്നാട്ടിൽ പോകുന്ന സമയങ്ങളിലെല്ലാം പല കടകളിൽ നിന്നുമായി ധാരാളം ചായകൾ കുടിക്കാറുണ്ട്. മിക്കവാറും കടകളിൽ നിന്നും നല്ല ഒന്നാന്തരം ചായയാണ് ലഭിക്കാറ്. ചുരുക്കം ചില കടകളിൽ നിന്നും മോശം ചായയും ലഭിക്കാറുണ്ട്. ഇരുട്ടിൽ നിന്നും മെല്ലെ മെല്ലെ വെളിച്ചത്തിലേക്ക് അടുക്കുന്നത് കാണാൻ രസമുള്ള കാഴ്ചയാണ്. ഞാൻ കുറേ നേരം അതും നോക്കിയിരുന്നു. ഇനിയും ഏകദേശം 150 കിലോമീറ്ററിനോടടുത്ത് ദൂരമുണ്ട് ചെന്നൈ നഗരത്തിലേക്ക്. 8 മണിയാകുമ്പോഴേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേശീയപാതയുടെ സൈഡിലുള്ള മനോഹരമായ തമിഴ്നാടൻ ഗ്രാമങ്ങളുടെയും വിശാലമായ കൃഷിയിടങ്ങളുടെയും കാഴ്ചകൾ അസ്തമിച്ച് നഗരത്തിലേക്ക് അടുക്കുന്നതിൻ്റെ സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അവിടെ നിന്നും പോയ വിനോദയാത്രാ സംഘത്തിൽ അംഗമായാണ് അന്ന് മദ്രാസ് ആയിരുന്ന ചെന്നൈ പട്ടണം ഞാൻ ആദ്യമായി സന്ദർശിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് പലതവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്നത്തേതിൽ നിന്നും ഇന്ന് ഗതാഗത സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. നോക്കെത്താത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന റോഡുകൾ നഗരത്തിലേക്ക് അടുത്ത് തുടങ്ങിയിരിക്കുന്നു. റോഡിൽ ഇപ്പോൾ തിരക്ക് കുറവാണ്. ആളുകൾ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും വാഹനങ്ങൾ നിറഞ്ഞു തുടങ്ങും. ഇപ്പോൾ കൂടുതലായും കാണാൻ കഴിയുന്നത് ദീർഘദൂര യാത്രാ സർവീസ് നടത്തുന്ന ബസ്സുകളും ടാങ്കറുകളും
ട്രക്കുകളും ടൂറിസ്റ്റ് ബസ്സുകളുമാണ്. ചെറിയ വാഹനങ്ങൾ കുറവാണ്. ഞങ്ങളുടെ ബസ്സിൻ്റെ ഡ്രൈവർ വളരെ നല്ല രീതിയിലാണ് വാഹനം ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല. കുറേയധികം ടോൾ പ്ലാസകൾ ഈ കോയമ്പത്തൂർ ചെന്നൈ പാതയിലുണ്ട്. സ്വകാര്യ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നല്ല ഒരു തുക ടോൾ കൊടുക്കുന്നതിനായി മാറ്റിവെക്കേണ്ടി വരും. വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിലൊഴിച്ച് എവിടെയും കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നത് കണ്ടില്ല. മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഫാസ്ടാഗ് സംവിധാനം നിലവിൽ വന്നതാകാം കാരണം. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ടോൾ പ്ലാസ കടക്കണമെങ്കിൽ ഇരട്ടിയിലധികം തുക നൽകേണ്ടതുണ്ട്. സിറ്റിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ട്രാഫിക് ജംഗ്ഷനുകളിൽ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നിരനിരയായി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പ്രധാന പാതയാണല്ലോ ഇത്. നഗരത്തിലേക്കടുക്കുമ്പോൾ പലയിടങ്ങളിലായി ഫ്ലൈ ഓവറുകളും ഓവർ ബ്രിഡ്ജുകളും കാണാം. പ്രശസ്തമായ SRM യൂണിവേഴ്സിറ്റിയുടെ വിശാലമായ ക്യാമ്പസാണ് വലതുവശത്ത് കാണുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് SRM യൂണിവേഴ്സിറ്റി. ധാരാളം ബഹുനില കെട്ടിടങ്ങൾ ഈ ക്യാമ്പസ് വളപ്പിനുള്ളിൽ ഉണ്ട്. ഇറങ്ങാനുള്ള സ്ഥലം എത്താറായിരിക്കുന്നു എന്ന അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. ബാഗെല്ലാം റെഡിയാക്കി വെച്ച് വാഹനം നിർത്തുന്നതിനായി കാത്തുനിന്നു.